ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷാർജ ഷേക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലൊരു പാക്കറ്റ് പാല് നല്ലതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ചപ്പാത്തി പരത്തുന്ന ഒരു റോളർ വെച്ചിട്ട് ഞാനിതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറൊക്കെ ഉണ്ടല്ലോ, അതിലെ വലിയ ജാറിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചെറുപ്പഴം, ഇതേപോലത്തെ 3 ചെറുപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ആയാലും ഏത് പഴമായാലും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലെ പാളയംകോടൻ പഴമായിരുന്നു, അപ്പോൾ അതൊരു 3 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ പഴമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 5 രൂപയുടെ ബൂസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബൂസ്റ്റോ ഹോർലിക്സോ അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കപ്പലണ്ടി ഞാൻ വറുത്തെടുത്തിട്ട് നിങ്ങൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ പഴത്തിൻ്റെ ആയാലും പാലിൻ്റെ ആയാലും കപ്പലണ്ടിയുടെ ആയാലും ഒക്കെ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 ടീസ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മധുരം അതെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ബിസ്ക്കറ്റ്, ഒരു ക്രീം ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബർബണിൻ്റെ 3 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് ആയാലും നിങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതോ സ്ട്രോബെറിയുടെയോ ഏത് വേണമെച്ചെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്തി ഒഴിക്കാം. അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ ഈ ജ്യൂസ് അടിച്ചത് ഞാനിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബാദാം പരിപ്പ് അല്ലാച്ചിങ്ങ കാഷ്നട്ട് എന്ത് വേണമെച്ചെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കയ്യിലുള്ള ചേരുവ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെന്ന് മാത്രം. ഈ സമയം ഇതിലേക്ക് ബൂസ്റ്റോ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളതാണ്. സ്വാദോട് കൂടി നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാഷ്നട്ട്, ബദാം പരിപ്പ് അങ്ങനെ ഏത് വേണമെങ്കിലും നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ ഒരു 2 പഴവും പാലും ഉണ്ടെച്ചെങ്കിൽ വളരെ ഉള്ള ചേരുവ വെച്ച് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.